ഹായ് സ്റ്റുഡൻസ്, ഫിസിക്സിൻ്റെ ക്ലാസ്സിലേക്ക് വീണ്ടും നിങ്ങൾക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇലക്ട്രിക് ഡൈപോളിനെ കുറിച്ചാണ്. ഇന്ന് നമ്മൾ പഠിക്കുന്ന തിയറിയെ ബേസ് ചെയ്തുകൊണ്ട് അവസാനം നമ്മളൊരു ന്യൂമറിക്കൽ പ്രോബ്ലവും ചെയ്യും. അപ്പോൾ ആദ്യം നമുക്ക് ഇലക്ട്രിക് ഡൈപോൾ എന്താണെന്ന് മനസ്സിലാക്കാം. ഇലക്ട്രിക് ഡൈപോൾ എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ: എ പെയർ ഓഫ് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് പോയിന്റ് ചാർജസ് -q and +q separated by a small vector distance 2a. അതായത് രണ്ട് ഈക്വൽ പക്ഷേ ഓപ്പോസിറ്റ് ആയിട്ടുള്ള പോയിന്റ് ചാർജസിനെ ഒരു സ്മോൾ ഡിസ്റ്റൻസ് സെപ്പറേഷനിൽ വെക്കുന്നതിനെയാണ് നമ്മൾ ഇലക്ട്രിക് ഡൈപോൾ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഈ എഴുതിയത് കണ്ടപ്പോൾ തന്നെ തോന്നിയേക്കാം, എന്തുകൊണ്ടാണ് ഞാൻ 2a എന്നെടുത്തത്? d എന്നെടുത്താൽ പോരായിരുന്നോ? പല ബുക്കുകളിലും d എന്നും കാണാറുണ്ട്. അതുകൊണ്ട് d എന്നെടുത്താലും കുഴപ്പമില്ല, 2a എന്നെടുത്താലും കുഴപ്പമില്ല. പക്ഷെ എൻ്റെ ഒരു സൗകര്യത്തിന് വേണ്ടിയാണ് ഞാനിവിടെ 2a എന്ന ഡിസ്റ്റൻസ് എടുത്തത്. കാരണം എത്രയേ ഉള്ളൂ, ഇവിടെ ഞാൻ ഇതിൻ്റെ സെൻറ്റർ O എന്ന് കൺസിഡർ ചെയ്തു. അതായത് -q ചാർജിൻ്റെയും +q ചാർജിൻ്റെയും ലൊക്കേഷൻ്റെ മിഡ് പോയിന്റിനെ ഞാൻ സെൻറ്റർ ഓഫ് ഡൈപോൾ എന്ന് വിളിച്ചു. ആ സെൻറ്റർ ഓഫ് ഡൈപോളിൽ നിന്നുള്ള ഡിസ്റ്റൻസ് ആയിരിക്കും ഞാൻ എപ്പോഴും കൺസിഡർ ചെയ്യുക. അപ്പോൾ നോക്കിക്കേ, സെൻറ്റർ ഓഫ് ഡൈപോളിൽ നിന്ന് -q വരെയുള്ള ഡിസ്റ്റൻസ് ഞാൻ 2a എന്നെടുത്താൽ എനിക്ക് a എന്ന് കിട്ടും. അതുപോലെ തന്നെ സെൻറ്റർ ഓഫ് ഡൈപോളിൽ നിന്ന് +q വരെയുള്ള ഡിസ്റ്റൻസും എനിക്ക് a എന്ന് കിട്ടും. എന്നാൽ ഞാൻ d ആണ് എടുക്കുന്നതെങ്കിൽ രണ്ട് കേസിലും എനിക്ക് d/2 എന്ന് എഴുതണം. അപ്പോൾ ഞാൻ ഇക്വേഷൻസ് ഒക്കെ എഴുതുമ്പോൾ d/2 അല്ലെങ്കിൽ ചിലപ്പോൾ d/2² എന്നൊക്കെ വരും. അപ്പോൾ അതിനേക്കാളും എളുപ്പമായിട്ട് എനിക്ക് എഴുതാൻ സാധിക്കുക a എന്നോ a² എന്നോ ഒക്കെയാണ്. അപ്പോൾ എനിക്ക് റെപ്രസെൻ്റ് ചെയ്യാനുള്ള എളുപ്പത്തിന് വേണ്ടിയാണ് ഞാൻ എന്ത് ചെയ്തത്, 2a എന്ന ഡിസ്റ്റൻസ് എഴുതിയത്. അപ്പോൾ ഈ കൂട്ടത്തിൽ നമ്മളൊരു ടേം പഠിച്ചു. എന്താണ് ടേം? സെൻറ്റർ ഓഫ് ഡൈപോൾ. എന്താണ് സെൻറ്റർ ഓഫ് ഡൈപോൾ എന്ന് പറഞ്ഞത്? ഇറ്റ് ഈസ് the midpoint of the locations of -q and +q charges. ഇനി നമ്മൾ അടുത്തൊരു ടേം പഠിക്കാനായിട്ട് പോവുകയാണ്. ആ ടേമാണ് ഡൈപോൾ മൊമെന്റ്. എന്താണ് ഒരു ഡൈപോൾ മൊമെന്റ് എന്ന് പറഞ്ഞാൽ? ഇതിനെ ഡിഫൈൻ ചെയ്യുന്നത് ഇത്രയേ ഉള്ളൂ: ഇറ്റ് ഈസ് എ വെക്റ്റർ ക്വാണ്ടിറ്റി ദാറ്റ് യൂസ്ഡ് ടു മെഷർ ദ സ്ട്രെങ്ത് ഓഫ് ആൻ ഇലക്ട്രിക് ഡൈപോൾ. അതായത് ഒരു ഇലക്ട്രിക് ഡൈപോളിൻ്റെ സ്ട്രെങ്തിനെ മെഷർ ചെയ്യുന്ന ഒരു വെക്റ്റർ ക്വാണ്ടിറ്റിയാണ് എന്ത്? ഡൈപോൾ മൊമെന്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കി, ഡൈപോൾ മൊമെന്റ് എന്ന് പറയുന്നത് എന്താണ്? ഒരു വെക്റ്റർ ക്വാണ്ടിറ്റിയാണ്. ഒരു വെക്റ്റർ ക്വാണ്ടിറ്റി ആണെങ്കിൽ അതിനെന്തൊക്കെയുണ്ട്? അതിന് മാഗ്നിറ്റ്യൂഡുമുണ്ട്, ഡയറക്ഷനുമുണ്ട്. അപ്പോൾ ആദ്യം നമുക്ക് മാഗ്നിറ്റ്യൂഡ് എന്താണെന്ന് നോക്കാം. Dipole moment in the magnitude is defined as the product of the magnitude of one of the charges into the distance between them. നോക്കിക്കേ, അപ്പോൾ ഡൈപോൾ മൊമെന്റിന്റെ മാഗ്നിറ്റ്യൂഡ് P is equal to Q into 2a, where Q എന്ന് പറയുന്നത് എന്താണ്? ഈ ചാർജസിന്റെ ഏതെങ്കിലും ഒരെണ്ണത്തിന്റെ മാഗ്നിറ്റ്യൂഡ്. 2a എന്ന് പറയുന്നത് അവ തമ്മിലുള്ള ഡിസ്റ്റൻസ്. നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്, ഈ ഡൈപോൾ മൊമെന്റ് എന്ന് പറയുന്ന ഒരു വെക്റ്റർ ക്വാണ്ടിറ്റിയാണ്. അതായത് P എന്ന് പറയുന്നത് ഒരു വെക്റ്റർ ക്വാണ്ടിറ്റിയാണ്. പക്ഷെ റൈറ്റ് സൈഡ് നോക്കിക്കേ, Q എന്ന് പറയുന്നത് ഒരു വെക്റ്റർ അല്ല. കാരണം ഇറ്റ് ഈസ് ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് വൺ ഓഫ് ദ ചാർജസ്. അപ്പോൾ വെക്റ്റർ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് ഏതായിരിക്കും? ഇറ്റ് ഈസ് ദ സെപ്പറേഷൻ ബിറ്റ്വീൻ ദം. അതായത് 2a എന്ന് പറയുന്ന ഈ സെപ്പറേഷൻ ആയിരിക്കും ഇവിടുത്തെ വെക്റ്റർ ക്വാണ്ടിറ്റി. അപ്പോൾ ഡൈപോൾ മൊമെന്റിനെ വെക്ടറാക്കി എഴുതിയാൽ നമുക്ക് എഴുതാം P വെക്ടർ ഇസ് ഈക്വൽ ടു Q ഇൻറ്റു 2a വെക്ടർ. എന്ന് പറഞ്ഞാൽ നമുക്ക് പറയാനായിട്ട് സാധിക്കുന്നത് എന്താ? ഡൈപോൾ മൊമെന്റിന്റെ ഡയറക്ഷനും 2aയുടെ ഡയറക്ഷനും സെയിം ആയിരിക്കും. അതായത് ഡയറക്ഷൻ ഓഫ് ഡൈപോൾ മൊമെന്റ് ഈസ് ഇൻ ദ ഡയറക്ഷൻ ഓഫ് 2a. അപ്പോൾ ഇവിടെ 2a എന്ന് പറയുന്നത് ഒരു വെക്റ്റർ ക്വാണ്ടിറ്റി ആണ്. ഇതിനൊരു ഡയറക്ഷൻ ഉണ്ട്. അപ്പോൾ ഇത് ഏത് ഡയറക്ഷൻ ആണെന്നുള്ളത് നമ്മൾ കൃത്യമായിട്ട് പറയണം. കൺവെൻഷനലായിട്ട് ഇതിൻ്റെ ഡയറക്ഷൻ എടുക്കുന്നത് -q നിന്ന് +q. അപ്പോൾ ഓർക്കുക, വാട്ട് ഈസ് ദ ഡയറക്ഷൻ ഓഫ് 2a?
conventionally the direction of 2a is taken from minus q to plus q. അതായത് 2a is a vector joining minus q charge to the plus q charge. അപ്പോൾ 2a ഡയറക്ഷൻ നമ്മൾ പറഞ്ഞു ഇറ്റ് ഈസ് ഫ്രം മൈനസ് ക്യൂ ടു പ്ലസ് ക്യൂ. അപ്പോൾ ഡൈപോൾ മൊമെന്റ് ഡയറക്ഷൻ എങ്ങനെ തന്നെയായിരിക്കും? ഈ 2a അതേ ഡയറക്ഷൻ തന്നെ ആയിരിക്കും ഡൈപോൾ മൊമെന്റ് പിയുടെയും ഡയറക്ഷൻ. അതുകൊണ്ട് ഡൈപോൾ മൊമെന്റ് ഡയറക്ഷനും മൈനസ് ക്യൂവിൽ നിന്ന് പ്ലസ് ക്യൂ ചാർജിലേക്ക് തന്നെ ആയിരിക്കും. അപ്പോൾ നമ്മൾ ഡൈപോൾ മൊമെന്റ് എന്താണെന്ന് പഠിച്ചു, അതിൻ്റെ മാഗ്നിറ്റ്യൂഡും ഡയറക്ഷനും എന്തായിരിക്കുമെന്ന് നമ്മൾ ഇവിടെ പഠിച്ചു. ഒരു കാര്യം കൂടെ നിങ്ങൾ പ്രത്യേകമായിട്ട് ഓർത്തിരിക്കണം, കെമിസ്ട്രിക്കകത്ത് നമ്മൾ ഈ ഡൈപോൾ മൊമെന്റ് പഠിക്കാറുണ്ട്. അവിടെ പക്ഷേ ഈ ഡൈപോൾ മൊമെന്റിനെ കോമൺ ആയിട്ട് ഡിനോട്ട് ചെയ്യുന്നത് മ്യൂ എന്ന ലെറ്ററും കൊണ്ടാണ്. എന്നാൽ ഫിസിക്സിനകത്ത് നമ്മൾ കോമൺ ആയിട്ട് പി എന്ന ലെറ്ററും കൊണ്ടാണ് ഇതിനെ ഡിനോട്ട് ചെയ്യാറുള്ളത്. ഇനിയും ഈ ഡൈപോൾ മൊമെന്റിന്റെ SI യൂണിറ്റ് എത്ര ആയിരിക്കും എന്ന് പറയാമോ? നമുക്ക് വളരെ സിമ്പിളായിട്ട് പറയാനായിട്ട് സാധിക്കും. ഡൈപോൾ മൊമെന്റിന്റെ SI യൂണിറ്റ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് കൂളം മീറ്റർ. കാരണം എന്താ? ഡൈപോൾ മൊമെന്റിന്റെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത് മാഗ്നിറ്റ്യൂഡ് ഓഫ് വൺ ഓഫ് ദ ചാർജ് ഇൻടു ദ ഡിസ്റ്റൻസ് ആണ്. ചാർജിന്റെ SI യൂണിറ്റ് എനിക്കറിയാം, ഇറ്റ് ഈസ് കൂളം. ഡിസ്റ്റൻസിന്റെ എന്താണ്? ഇറ്റ് ഈസ് മീറ്റർ. അതുകൊണ്ട് SI യൂണിറ്റ് ഓഫ് ഡൈപോൾ മൊമെന്റ് ഈസ് കൂളം മീറ്റർ. ഇനി ഇവിടെ നോക്കിക്കേ, ഈ ഡൈപോളിന്റെ നെറ്റ് ചാർജ് എത്രയായിരിക്കും? നമുക്ക് വളരെ കൃത്യമായിട്ട് അറിയാം, നെറ്റ് ചാർജ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ സം ഓഫ് ദ ചാർജസ് ഇൻ ദ സിസ്റ്റം. ഇവിടെ 2 ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ചാർജസ് ആണുള്ളത്. അപ്പോൾ നെറ്റ് ചാർജ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് മൈനസ് ക്യൂ പ്ലസ് ക്യൂ ആണ്, ആൻഡ് ഇറ്റ് ഈസ് ഈക്വൽ ടു 0. അപ്പോൾ നെറ്റ് ചാർജ് ഇൻ ആൻ ഇലക്ട്രിക് ഡൈപോൾ എന്ന് പറയുന്നത് എപ്പോഴും 0 ആയിരിക്കും. കാരണം ഇവിടെ ഉള്ളത് 2 ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ചാർജസ് ആണ്. അതുകൊണ്ട് നെറ്റ് ചാർജ് ഈസ് ഓൾവേസ് 0. ഇനി ഒരു കാര്യം പറഞ്ഞേ, ഈ പോയിന്റിൽ ഈ ഇലക്ട്രിക് ഡൈപോൾ മൂലം ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാകുമോ? തീർച്ചയായിട്ടും ഉണ്ടാകും. നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്, ഇലക്ട്രിക് ഫീൽഡ് അറ്റ് എ പോയിന്റ് ഡ്യൂ ടു എ സിസ്റ്റം ഓഫ് ചാർജസ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ വെക്റ്റർ സം ഓഫ് ദ ഇൻഡിവിജ്വൽ ഇലക്ട്രിക് ഫീൽഡ്സ് ഡ്യൂ ടു ദ പോയിന്റ് ചാർജസ്. അപ്പോൾ ഈ പോയിന്റിൽ ഇലക്ട്രിക് ഫീൽഡ് ഉണ്ട്. പ്ലസ് ക്യൂ ചാർജ് മൂലമുള്ള ഇലക്ട്രിക് ഫീൽഡിനെ ഞാൻ ഇ പ്ലസ് എന്ന് വിളിക്കുന്നു. മൈനസ് ക്യൂ ചാർജ് മൂലമുള്ള ഇലക്ട്രിക് ഫീൽഡിനെ ഞാൻ ഇ മൈനസ് എന്ന് വിളിച്ചാൽ നെറ്റ് ഇലക്ട്രിക് ഫീൽഡ് അറ്റ് പോയിന്റ് പി എന്ന് പറയുന്നത് ഇറ്റ് ഈസ് വെക്റ്റർ സം ഓഫ് ഇ പ്ലസ് ആൻഡ് ഇ മൈനസ് ആയിരിക്കും. ഇത് നമ്മൾ നേരത്തെ പഠിച്ചതാണ്. ഈ ചാപ്റ്ററിലെ എല്ലാ വീഡിയോസും ഉൾക്കൊള്ളുന്ന ഒരു പ്ലേലിസ്റ്റ് നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുണ്ട്. അവിടെ പോയി നിങ്ങൾക്ക് ഈ വീഡിയോസ് കാണാവുന്നതാണ്. ഇനി നോക്കിക്കേ, ഈ ഡിസ്റ്റൻസ് അതായത് സെന്റർ ഓഫ് ഡൈപോൾ മുതൽ പി വരെയുള്ള ഈ ഡിസ്റ്റൻസിനെ ഞാൻ R എന്ന് വിളിച്ചാൽ ആ ഡിസ്റ്റൻസ് ഈ 2a വളരെ കൂടുതലാണെങ്കിൽ എനിക്ക് പറയാൻ സാധിക്കും ഈ പ്ലസ് ക്യൂവിൽ നിന്ന് പി പോയിന്റ് വരെയുള്ള ഡിസ്റ്റൻസും മൈനസ് ക്യൂവിൽ നിന്ന് പി പോയിന്റ് വരെയുള്ള ഡിസ്റ്റൻസും ഓൾമോസ്റ്റ് ഈക്വൽ ആയിരിക്കും. അങ്ങനെയുള്ള ഒരു കേസിൽ എനിക്കറിയാം ഈ പ്ലസും ഈ മൈനസും ഈക്വൽ ആയിരിക്കും. പക്ഷെ ഒരു കാര്യം എനിക്കറിയാം, ഈ പ്ലസ് എന്ന് പറയുന്നത് ഈ മൈനസിന് ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ളൊരു കേസിൽ എനിക്ക് കൃത്യമായിട്ട് പറയാം ഈ പ്ലസും ഈ മൈനസും ഓൾമോസ്റ്റ് ക്യാൻസൽ ആയി പോകും. അപ്പോൾ R 2a വളരെ വളരെ കൂടുതലാണെങ്കിൽ, അതായത് പോയിന്റ് പി എന്ന് പറയുന്നത് ഈ ഇലക്ട്രിക് ഡൈപോളിന്റെ വളരെ അകലെയാണെങ്കിൽ ആ പോയിന്റിലെ നെറ്റ് ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഓൾമോസ്റ്റ് 0 ആയിരിക്കും. അപ്പോൾ നമ്മൾ മനസ്സിലാക്കി, ഈ ഇലക്ട്രിക് ഡൈപോൾ മൂലം ഒരു പോയിന്റ് പിയിൽ ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാകും. പക്ഷേ പോയിന്റ് പി വളരെ അകലെയാണെങ്കിൽ ഈ ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് 0 ആയിരിക്കും. ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു ഇലക്ട്രിക് ഡൈപോളിന്റെ 2 സ്പെഷ്യൽ കേസസ് നമ്മൾ വരുന്ന വീഡിയോകളിൽ പഠിക്കും. ഇനി നമുക്കിതിൻ്റെ ഫിസിക്കൽ സിഗ്നിഫിക്കൻസും കൂടെ പഠിച്ചിട്ട് ഒരു ന്യൂമറിക്കൽ ചെയ്യാം. അപ്പോൾ നമ്മൾ പഠിക്കാൻ പോവുകയാണ്
എന്താണ് ഇലക്ട്രിക് ഡൈപോളിൻ്റെ ഫിസിക്കൽ സിഗ്നിഫിക്കൻസ്? നമുക്കറിയാം, ഒരു മോളിക്യൂളിനകത്ത് പോസിറ്റീവ് ചാർജസുമുണ്ട്, നെഗറ്റീവ് ചാർജസുമുണ്ട്. ഈ ചാർജസിൻ്റെ സെൻറ്റർ, അതായത് പോസിറ്റീവ് ചാർജിൻ്റെയും നെഗറ്റീവ് ചാർജിൻ്റെയും സെൻറ്റർ എന്ന് പറയുന്നത് മോസ്റ്റ് ഓഫ് ദ മോളിക്യൂൾസിലും ഒരേ പോയിന്റിൽ തന്നെ ആയിരിക്കും. എന്നാൽ ചില മോളിക്യൂൾസിൽ ഈ പോസിറ്റീവിൻ്റെയും നെഗറ്റീവിൻ്റെയും സെൻറ്റേഴ്സ് തമ്മിൽ ഒരു ചെറിയ സെപ്പറേഷൻ ഉണ്ടായിരിക്കും. അതായത് ഇത് രണ്ടും ഒരു പോയിന്റിലല്ല ഇരിക്കുന്നത്. അങ്ങനെയുള്ള മോളിക്യൂൾസിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് പോളാർ മോളിക്യൂൾസ്. അപ്പോൾ എന്താണ് പോളാർ മോളിക്യൂൾസ് എന്ന് പറഞ്ഞാൽ? ആ മോളിക്യൂൾസിൽ പോസിറ്റീവ് ചാർജസിൻ്റെ സെൻറ്ററും നെഗറ്റീവ് ചാർജസിൻ്റെ സെൻറ്ററും തമ്മിൽ ഒരു ചെറിയ സെപ്പറേഷൻ ഉണ്ടായിരിക്കും. നോക്കിക്കേ, അങ്ങനെയുള്ളൊരു കേസിൽ നമുക്ക് പറയാൻ സാധിക്കും ഇതൊരു ഇലക്ട്രിക് ഡൈപോൾ പോലെ ആക്ട് ചെയ്യും. കാരണം എന്താ? ഇവിടെ ഒരു പോസിറ്റീവ് ചാർജ് ഉണ്ട്, ഈക്വൽ ആയിട്ടുള്ളൊരു നെഗറ്റീവ് ചാർജുമുണ്ട്. പക്ഷേ ഇവ തമ്മിലൊരു സെപ്പറേഷൻ ഉണ്ട്. ഇങ്ങനെയുള്ള ഒരു കേസിൽ ഇതൊരു ഇലക്ട്രിക് ഡൈപോൾ പോലെ ആയിരിക്കും ആക്ട് ചെയ്യുക. എന്ന് പറഞ്ഞാൽ അതിലൊരു ഡൈപോൾ മൊമെൻറ്റും ഉണ്ടായിരിക്കും. ഈ പോളാർ മോളിക്യൂൾസിൻ്റെ ഒരു ഉദാഹരണമാണ് വാട്ടർ, അതായത് H2O. അപ്പോൾ ഒരു മോളിക്യൂളിൽ ഡൈപോൾ മൊമെൻ്റ് ഉണ്ടെങ്കിൽ അതെന്താണ്? ഒരു പോളാർ മോളിക്യൂൾ ആണെന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. അതായത് ഒരു മോളിക്യൂളിലെ പൊളാരിറ്റിയെ ഡിറ്റർമൈൻ ചെയ്യുന്ന ഒരു മെഷറും കൂടിയാണ് എന്ത്? ഡൈപോൾ മൊമെൻ്റ് എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തെ ടൈപ്പ് മോളിക്യൂൾസ്, അതായത് പോസിറ്റീവ് ചാർജിൻ്റെയും നെഗറ്റീവ് ചാർജിൻ്റെയും സെൻറ്റേഴ്സ് ഒരേ പോയിന്റിൽ തന്നെ വരുന്ന മോളിക്യൂൾസ്, അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് നോൺ പോളാർ മോളിക്യൂൾസ്. അതിനൊരു ഉദാഹരണമാണ് കാർബൺ ഡൈ ഓക്സൈഡ്, അതായത് CO2. ഈ മോളിക്യൂൾസിൽ പോസിറ്റീവ് ചാർജിൻ്റെയും നെഗറ്റീവ് ചാർജിൻ്റെയും സെൻറ്റേഴ്സ് ഒരു പോയിന്റിൽ തന്നെ വരുന്നത് കൊണ്ട് അവിടെ ഡൈപോൾ മൊമെൻ്റ് 0 ആണ്. എന്നാൽ ഈ മോളിക്യൂൾസിലും ഡൈപോൾ മൊമെൻ്റ് കാണാനായിട്ട് സാധിക്കും. അതായത് ഇതും ഒരു ഇലക്ട്രിക് ഡൈപോൾ പോലെ തന്നെ വരും. എപ്പോഴാണെന്നറിയാമോ? ഈ മോളിക്യൂൾസിനെ നമ്മൾ ഒരു ഇലക്ട്രിക് ഫീൽഡിൽ വെച്ചാൽ. കാരണം എന്താ? നമുക്കറിയാം ഈ മോളിക്യൂൾസിലും ഒരു പോസിറ്റീവ് ചാർജുമുണ്ട്, നെഗറ്റീവ് ചാർജുമുണ്ട്. ഈ മോളിക്യൂള് ഒരു ഇലക്ട്രിക് ഫീൽഡിൽ വെച്ചാൽ നമുക്കറിയാം ഒരു പോസിറ്റീവ് ചാർജ് ഒരു ഇലക്ട്രിക് ഫീൽഡിൽ വെച്ചാൽ അതിൽ ഒരു ഫോഴ്സ് ഉണ്ടാകും. ഏത് ഡയറക്ഷനിൽ? ഇലക്ട്രിക് ഫീൽഡിൻ്റെ അതേ ഡയറക്ഷനിൽ ഒരു ഫോഴ്സ് ഉണ്ടാകും. എന്നാൽ നെഗറ്റീവ് ചാർജ് വെച്ചാലോ ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും ഫോഴ്സ് ഉണ്ടാകുക. അപ്പോൾ ഈ മോളിക്യൂള് ഒരു ഇലക്ട്രിക് ഫീൽഡിൽ വെച്ചാൽ എന്താ സംഭവിക്കുക? പോസിറ്റീവ് ചാർജിൽ ഒരു ഫോഴ്സ് ഒരു ഡയറക്ഷനിലോട്ടുണ്ടാകും, നെഗറ്റീവ് ചാർജിൽ വേറൊരു ഡയറക്ഷനിലോട്ടുണ്ടാകും. ആ ഫോഴ്സ് ഈ രണ്ട് ചാർജസിൻ്റെയും സെൻറ്റേഴ്സ് തമ്മിലൊരു സെപ്പറേഷൻ ഉണ്ടാക്കും. അങ്ങനെ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഇത് പിന്നെ എങ്ങനെയാണ് ആക്ട് ചെയ്യുന്നത്? ഒരു ഇലക്ട്രിക് ഡൈപോൾ പോലെ ആക്ട് ചെയ്യും. അതിലൊരു ഡൈപോൾ മൊമെൻ്റ് ഉണ്ടാകും. അപ്പോൾ പോളാർ മോളിക്യൂൾസ് എന്ന് പറയുന്നത് ഓൾറെഡി ഒരു ഇലക്ട്രിക് ഡൈപോൾ പോലെ ആക്ട് ചെയ്യുന്നതാണ്. എന്നാൽ നോൺ പോളാർ മോളിക്യൂൾസ് ഒരു ഇലക്ട്രിക് ഫീൽഡിൽ വെച്ചാൽ അതും ഒരു ഇലക്ട്രിക് ഡൈപോൾ പോലെ തന്നെ ആക്ട് ചെയ്യും. അപ്പോൾ ഈ ഇലക്ട്രിക് ഡൈപോൾ എന്ന് പറയുന്നതിന് വളരെയധികം ഫിസിക്കൽ സിഗ്നിഫിക്കൻസ് ഉള്ള ഒരു കാര്യമാണ്. ഒരു ന്യൂമറിക്കലും കൂടെ ചെയ്ത് ഈ സെക്ഷൻ അവസാനിപ്പിക്കാം. ഈ ക്വസ്റ്റ്യൻ എക്സർസൈസിലെ ക്വസ്റ്റ്യൻ നമ്പർ 9 ആണ്. ക്വസ്റ്റ്യൻ ഇതാണ്: രണ്ട് ചാർജസ് QA is equal to 2.5 into 10 raised to minus 7 Coulomb and QB is equal to minus 2.5 into 10 raised to minus 7 Coulomb are placed at points A 0, 0, minus 15 centimeter and B 0, 0, plus 15 centimeter respectively. We need to calculate total charge and dipole moment of the system. അപ്പോൾ എന്തൊക്കെയാണ് ഇവിടെ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്? ടോട്ടൽ ചാർജും കാൽക്കുലേറ്റ് ചെയ്യണം, ഡൈപോൾ മൊമെൻറ്റും കാൽക്കുലേറ്റ് ചെയ്യണം. നമുക്കറിയാം ടോട്ടൽ ചാർജ് ഓഫ് എ സിസ്റ്റം എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ സം ഓഫ് ദ ചാർജസ് ഇൻ ദ സിസ്റ്റം. ഇവിടെ QAയും QBയും തമ്മിൽ ഒരു വ്യത്യാസമേ ഉള്ളൂ. ഒരെണ്ണം പോസിറ്റീവും മറ്റേത് നെഗറ്റീവുമാണ്.
പക്ഷെ അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് സെയിം ആണ്. അപ്പോൾ QA പ്ലസ് QB എന്ന് പറയുന്നത് എന്തായിരിക്കും? 2.5 into 10 raised to minus 7 plus minus 2.5 into 10 raised to minus 7 and that is equal to 0. നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്. നെറ്റ് ചാർജ് ഇൻ ആൻ ഇലക്ട്രിക് ഡൈപോൾ ഈസ് ഓൾവേസ് 0. ഇതൊരു ഇലക്ട്രിക് ഡൈപോൾ ആണ്. കാരണം എന്താ? QAയും QBയും ഈക്വൽ ചാർജസ് ആണ്, പക്ഷെ ഓപ്പോസിറ്റ് ആണ്, സെപ്പറേറ്റഡ് ബൈ എ സ്മോൾ വെക്ടർ ഡിസ്റ്റൻസ്. അതുകൊണ്ട് നെറ്റ് ചാർജ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഇറ്റ് ഈസ് 0 ആയിരിക്കും. അപ്പോൾ ടോട്ടൽ ചാർജ് ഓഫ് ദ സിസ്റ്റം ഈസ് 0. അപ്പോൾ ആദ്യത്തെ കേസ് നമ്മൾ ചെയ്തു. ഇനി നമുക്ക് രണ്ടാമത്തെ കേസ് ചെയ്യാം. അതായത് ഡൈപോൾ മൊമെന്റ് എത്രയാണെന്ന് കണ്ടുപിടിക്കാം. അതിനുവേണ്ടി നമുക്കൊരു ഫിഗർ വരയ്ക്കാം. ആ ഫിഗറിൽ ഈ ആക്സിസിനെ ഞാൻ പോസിറ്റീവ് എക്സ് ആക്സിസ് എടുത്തു. ഇത് പോസിറ്റീവ് വൈ ആക്സിസ്. അപ്പോൾ ഇതായിരിക്കും എന്താ? പോസിറ്റീവ് ഇസഡ് ആക്സിസ്. നെഗറ്റീവ് ഇസഡ് ആക്സിസും കൂടെ ഞാൻ റെപ്രസെന്റ് ചെയ്യാണ് വിത്ത് എ ഡോട്ടഡ് ലൈൻ. ഇതാണ് നെഗറ്റീവ് ഇസഡ് ആക്സിസ്. ഇനിയും ഈ എയും ബിയും ഞാനിവിടെ മാർക്ക് ചെയ്യാൻ പോവുകയാണ്. എ എന്ന് പറയുന്നത് 0, 0, -15 സെന്റിമീറ്റർ. അതായത് എക്സ് എന്ന് പറയുന്നത് 0, വൈ എന്ന് പറയുന്നത് 0, ഇസഡ് എന്ന് പറയുന്നതാണ് -15 സെന്റിമീറ്റർ. അതായത് ഈ പോയിന്റ് ആണ് എ എന്ന് പറയുന്നത്. അപ്പോൾ ഇതെന്താണ്? ഇറ്റ് ഈസ് 0, 0, -15 സെന്റിമീറ്റർ. അപ്പോൾ ബി എവിടെയായിരിക്കും? എക്സ് 0 ആണ്, വൈ 0 ആണ്, ഇസഡ് എന്ന് പറയുന്നത് +15 സെന്റിമീറ്റർ ആണ്. അതായത് ഇവിടെ വരും. ഈ പോയിന്റ് എന്താണ്? 0, 0, +15 സെന്റിമീറ്റർ. നോക്കിക്കേ, എയിൽ ഞാൻ QA ചാർജ് വെച്ചു, ബിയിൽ ഞാൻ QB ചാർജും വെച്ചു. അപ്പോൾ ഇതാണ് ഇവിടുത്തെ പ്രോബ്ലം. എനിക്കിവിടുത്തെ ഡൈപോൾ മൊമെന്റ് ആണ് കണ്ടുപിടിക്കേണ്ടത്. എനിക്കറിയാം ഡൈപോൾ മൊമെന്റിന്റെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് Q into 2A ആണ്. ഇവിടെ Q ഏതെങ്കിലും ഒരു ചാർജിന്റെ മാഗ്നിറ്റ്യൂഡും 2A എന്ന് പറയുന്നത് ഈ ചാർജസ് തമ്മിലുള്ള ഡിസ്റ്റൻസുമാണ്. നമുക്കറിയാം രണ്ട് ചാർജിന്റെയും മാഗ്നിറ്റ്യൂഡ് സെയിം ആണ്. അതുകൊണ്ട് എനിക്ക് എഴുതാം 2.5 into 10 raised to minus 7 into 2A. 2A എന്ന് പറയുന്നത് എന്താ? ഈ ചാർജസ് തമ്മിലുള്ള ഡിസ്റ്റൻസ്. ഈ പോയിന്റ്, അതായത് ഒറിജിനെ ഞാൻ O എന്ന് വിളിക്കുകയാണ്. ആ പോയിന്റിൽ നിന്ന് QA വരെയുള്ള ഡിസ്റ്റൻസ് 15 സെന്റിമീറ്റർ ആണ്. അതുപോലെ ആ പോയിന്റിൽ നിന്ന് QB വരെയുള്ള ഡിസ്റ്റൻസ് 15 സെന്റിമീറ്റർ ആണ്. അതായത് QA മുതൽ QB വരെയുള്ള ഡിസ്റ്റൻസ് ഇറ്റ് ഈസ് 30 സെന്റിമീറ്റർ. എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് 0.3 മീറ്റർ. അപ്പോൾ 2A എന്ന് പറയുന്നത് ഇറ്റ് ഈസ് 0.3 മീറ്റർ. അപ്പോൾ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. 2.5 into 10 raised to minus 7 into 0.3 എന്ന് പറയുന്നതായിരിക്കും 0.75 into 10 raised to minus 7 കൂളം മീറ്റർ, അല്ലെങ്കിൽ 7.5 into 10 raised to minus 8 കൂളം മീറ്റർ. അപ്പോൾ ഇതാണ് ഈ ഡൈപോൾ മൊമെന്റിന്റെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത്. ഇനി ഇതിന്റെ ഡയറക്ഷൻ നമുക്കറിയാം. ഒരു ഡൈപോൾ മൊമെന്റിന്റെ ഡയറക്ഷൻ മൈനസ് ചാർജിൽ നിന്ന് പ്ലസ് ചാർജിലേക്കാണ്. നമ്മൾ ഓൾറെഡി അത് പഠിച്ചതാണ്. ഇവിടെ മൈനസ് ചാർജ് എന്ന് പറയുന്നത് QB ആണ്. അപ്പോൾ ഇവിടുത്തെ ഡൈപോൾ മൊമെന്റ് ഡയറക്ഷൻ QBയിൽ നിന്ന് QAയിലേക്കാണ്. ഇത് ഏത് ആക്സിസ് ആണ്? ഇസഡ് ആക്സിസ് ആണ്. അപ്പോൾ നമുക്ക് എഴുതാനായിട്ട് സാധിക്കും ഇറ്റ് ഈസ് എലോങ് ഇസഡ് ആക്സിസ്. അതായത് ഇവിടുത്തെ ഡൈപോൾ മൊമെന്റ് ഡയറക്ഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഫ്രം പ്ലസ് ഇസഡ് ആക്സിസ് ടു മൈനസ് ഇസഡ് ആക്സിസ്. അപ്പോൾ നമ്മളിവിടെ ഇലക്ട്രിക് ഡൈപോളും ഡൈപോൾ മൊമെന്റും അതിൻ്റെ ഫിസിക്കൽ സിഗ്നിഫിക്കൻസും പഠിച്ചു. അടുത്ത വീഡിയോയിൽ നമുക്ക് ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു ആൻ ഇലക്ട്രിക് ഡൈപോൾ പഠിക്കാം. ഈ ചാനലിലെ വീഡിയോസിൻ്റെ സ്റ്റഡി നോട്ട്സും മറ്റ് മെറ്റീരിയൽസും youtube.elearning.com എന്ന വെബ്സൈറ്റിൽ അവൈലബിൾ ആണ്. അതിൻ്റെ ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ നൽകുന്നുണ്ട്. സോ സ്റ്റേ ട്യൂൺഡ് വിത്ത് us. Keep learning.